അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണലുകൾക്കും H1B F1 വിസയിലുള്ളവർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും അമേരിക്കൻ പൗരത്വം നേടിയ ഇന്ത്യൻ വംശജർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US-ൽ നിന്നും വരുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ട് വ്യാജ ആരോപണങ്ങളും ഓൺലൈൻ അധിക്ഷേപങ്ങളും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വെറും സോഷ്യൽ മീഡിയയിലെ പ്രശ്നമല്ല. ചിലപ്പോൾ ഒരാളുടെ ജോലിയെയും വ്യക്തിജീവിതത്തെയും വളരെ ബാധിക്കാൻ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് കഴിഞ്ഞേക്കാം. അടുത്തിടെ ടെക്സസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വംശജയായ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറെ കുറിച്ചുള്ള ഒരു സംഭവം അമേരിക്കയിൽ വലിയ ചർച്ചയായിരുന്നു. ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവർ സ്റ്റുഡന്റ് വിസ തട്ടിപ്പിലൂടെയാണ് അമേരിക്കയിൽ എത്തിയതെന്നും അവരെ ഉടൻ നാട് കടത്തണമെന്നും ആവശ്യപ്പെട്ട് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു. ഈ പോസ്റ്റുകൾ വളരെ വേഗത്തിൽ വൈറലാകുകയും നിരവധി പേരിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന ഔദ്യോഗിക അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് കണ്ടെത്തി. വാസ്തവത്തിൽ ആ വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിയമപരമായി അമേരിക്കൻ പൗരത്വം നേടിയ ആളായിരുന്നു. ഇതോടെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികളും ആരംഭിച്ചു. ഈ സംഭവം എല്ലാ പ്രവാസികളും ഒരു മുന്നറിയിപ്പായി കാണേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും സത്യമാകണമെന്നില്ല. അതുപോലെ ആരെയെങ്കിലും കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അമേരിക്കയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അമേരിക്കൻ ഫെഡറൽ നിയമപ്രകാരം സർക്കാർ ഏജൻസികൾക്ക് മനഃപൂർവ്വം തെറ്റായ വിവരങ്ങളോ വ്യാജ പരാതികളോ നൽകുന്നത് ഗുരുതരമായ കുറ്റമാണ്. അതുപോലെ ഒരാളുടെ പേര്, ചിത്രം, തൊഴിൽ വിവരങ്ങൾ എന്നിവ ദുരുപയോഗം ചെയ്ത് അപകടത്തിൽപ്പെടുത്തുന്നതിനെതിരെയും അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെ വിവരങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ജോലി ചെയ്തിട്ടില്ലാത്ത കമ്പനികൾ ചേർക്കുകയോ അനുഭവം വർദ്ധിപ്പിച്ചു കാണിക്കുകയോ പോലെയുള്ള തെറ്റുകൾ ഒഴിവാക്കുക. രണ്ടാമതായി, നിങ്ങളുടെ പാസ്പോർട്ട്, വിസ സ്റ്റാമ്പ്, I-94, മറ്റ് വ്യക്തിഗത രേഖകൾ എന്നിവയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പങ്കുവെക്കരുത്. ഇത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി, നിങ്ങളുടെ പ്രൊഫൈലുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുക. അപരിചിതരായ ആളുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾക്കും സംശയാസ്പദമായ ലിങ്കുകൾക്കും മറുപടി നൽകുമ്പോൾ ശ്രദ്ധിക്കണം. നാലാമതായി, നിങ്ങളെക്കുറിച്ച് വ്യാജ ആരോപണങ്ങളോ അപകീർത്തികരമായ പോസ്റ്റുകളോ വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ആദ്യം അതിന്റെ സ്ക്രീൻഷോട്ടുകളും തെളിവുകളും സൂക്ഷിക്കുക. ശേഷം ആവശ്യമായാൽ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്യുകയും ഒരു അഭിഭാഷകന്റെ സഹായം തേടുകയും ചെയ്യാം. ഗുരുതരമായ സൈബർ ആക്രമണമോ ഭീഷണിയോ ഉണ്ടെങ്കിൽ പ്രാദേശിക നിയമ സംരക്ഷണ ഏജൻസികളെയോ അനുയോജ്യമായ സൈബർ ക്രൈം സംവിധാനങ്ങളെയോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പങ്കുവെക്കുന്ന വിവരങ്ങളും നമ്മുടെ ഡിജിറ്റൽ സുരക്ഷയും ഓൺലൈനിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വിവരങ്ങളും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. അമേരിക്കൻ വിസ, ഗ്രീൻ കാർഡ്, H1B F1, അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ, പ്രവാസി സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.